റീസെന്റ് ആയിട്ട് നമ്മുടെ ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പേഷ്യന്റ് എൻ പി എച്ച് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെഗുലർ ഇൻസുലിൻ അല്ലെ, ഇത് രണ്ടും പേഷ്യന്റ് എടുക്കുന്നുണ്ട് അല്ലെ. No specific infectious disease or toxic exposure has been identified. Which condition should the nurse suspect? നോക്കിക്കേ, ഇവിടെ അവർക്ക് സ്വന്തമായിട്ട് ലൈക്ക് മോട്ടിവേഷൻ ഇൻട്രൻസിക് ആയിട്ട് അല്ലെ, സ്വന്തമായിട്ട് തന്നെ മോട്ടിവേറ്റ് ആയിരിക്കാം, പിന്നെ റെസ്പോൺസിബിൾ ആണ്, അവർ ക്രിയേറ്റീവ് ആണ്, പിന്നെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെൽഫ് ഡയറക്ഷനൊക്കെ കേപ്പബിൾ ആണ്. യൂഷ്വലി എന്താണ് ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ എന്ന് പറയും അല്ലെ, ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ ആണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് റീസെന്റ് ആയിട്ട് നമ്മുടെ ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്കറിയാം, അപ്പോൾ നമ്മുടെ ഒമാൻ എക്സാം അതുപോലെ തന്നെ ഹാദ് അല്ലെങ്കിൽ DOH എക്സാം, ഇത് പിയേഴ്സൺ വ്യൂ ആണ് നടത്തുക. നമ്മുടെ സാധാരണ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ച്, അതായത് ഈ പറഞ്ഞ നമ്മുടെ പ്രോമെട്രിക് എക്സാംസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു പാറ്റേണിലാണ് നമുക്ക് ഈ പറഞ്ഞ പിയേഴ്സൺ വ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് നോക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. First question is 54-year-old patient with type 2 diabetes mellitus receives NPH insulin mixed with regular insulin twice daily. The patient takes the morning dose before breakfast and evening dose before dinner. During a follow-up visit, the patient reports that fasting blood glucose level has been consistently elevated every morning for the past week. The bedtime blood glucose levels are within the target range and there are no symptoms suggesting overnight hypoglycemia. Which change to the insulin regime should the nurse anticipate? അല്ലേ, ഇപ്പോൾ ഇവിടെ എന്താ പറയുക, പേഷ്യന്റിന് ഒരു ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള പേഷ്യന്റ് ആണ്. പേഷ്യന്റ് എൻ പി എച്ച് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെഗുലർ ഇൻസുലിൻ അല്ലെ, ഇത് രണ്ടും പേഷ്യന്റ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കി, പേഷ്യന്റ് എന്താണ് കംപ്ലൈന്റ് പറയുക, കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് രാവിലത്തെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പേഷ്യന്റ് പറഞ്ഞത് അല്ലെ. സോ അവിടെ നമ്മൾ ആസ് എ നേഴ്സ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് റെജീമിൽ എന്ത് ചേഞ്ച് വരുത്തും എന്നാണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇൻസുലിൻ ആണ്, ഈ പറഞ്ഞ NPH ഇൻസുലിൻ അതുപോലെ തന്നെ ഈ റെഗുലർ ഇൻസുലിൻ, ഇത് ഏത് ടൈപ്പ് ഇൻസുലിൻ, ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് എന്ന് നമ്മൾ അറിയണം അല്ലെ. അപ്പോൾ നമുക്ക് ഇതിൽ റെഗുലർ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആണ് അല്ലെ. ഷോർട്ട് ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് വ്യത്യാസം ഉണ്ടാകും. Whereas NPH ഇൻസുലിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഇസ് ആക്ച്വലി കൺസിഡർഡ് ആസ് എ ലോങ് ആക്ടിങ് അല്ലെ, അതൊരു ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഇൻസുലിൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു മെഡിസിൻ എടുത്താൽ അല്ലെങ്കിൽ ഈ ഒരു NPH ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ അത് പതിയായിരിക്കും ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുക. അപ്പൊ ഇത്രയും കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ ഓപ്ഷനിൽ പറയുന്നത് ഇൻക്രീസ് ദ മോർണിംഗ് ഡോസ് ഓഫ് റെഗുലർ ഇൻസുലിൻ, ഓപ്ഷൻ ബി ഇൻക്രീസ് ദ മോർണിംഗ് ഡോസ് ഓഫ് NPH ഇൻസുലിൻ, ഓപ്ഷൻ സി ഇൻക്രീസ് ദ ഈവനിംഗ് ഡോസ് ഓഫ് NPH ഇൻസുലിൻ, ഓപ്ഷൻ ഡി ഇൻക്രീസ് ദ ഈവനിംഗ് ഡോസ് ഓഫ് റെഗുലർ ഇൻസുലിൻ. അപ്പോൾ പേഷ്യന്റിന് രാവിലെ മോർണിംഗിൽ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോഴത്തേക്കാണ് എലിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓവർ ഒരു പാസ്റ്റ് 1 വീക്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഫാസ്റ്റിംഗിൽ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുക അല്ലെ. എപ്പോഴാണ്, രാവിലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ഏത് ഇൻസുലിൻ ആണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്, അതായത് രാവിലെ ഇതാണ് ഫാസ്റ്റിംഗിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ലോങ് ആക്ടിങ് ഇൻസുലിൻ പേഷ്യന്റ് എടുക്കുന്നുണ്ട്, ആ ഡോസ് സഫീഷ്യന്റ് അല്ല എന്നുള്ളതാണ് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് ഇൻക്രീസ് ദ ഈവനിങ് ഡോസ് ഓഫ് NPH ഇൻസുലിൻ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്, ഇൻക്രീസ് ദ ഈവനിങ് ഡോസ് ഓഫ് NPH ഇൻസുലിൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നഴ്സ് വർക്കിംഗ് ഇൻ ആൻ ഓക്കുപേഷണൽ ഹെൽത്ത് ക്ലിനിക് അസസ് several employees from the same office building. The employees reports headache, fatigue, burning eyes, nasal irritation and difficulty concentrating. Their symptoms usually begin several hours after arriving at work and improve during weekends and holidays. No specific infectious disease or toxic exposure has been identified. Which condition should the nurse suspect? നോക്കിക്കേ, ഇവിടെ നേഴ്സ് ഒരു ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ ഒരു അസസ്മെന്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് പേഷ്യന്റ്, അവിടുത്തെ ആൾക്കാർ യൂഷ്വലി റിപ്പോർട്ട് ചെയ്യുന്നത് ഹെഡേക്ക്, തലവേദനയാണ്, ക്ഷീണമാണ്, അവരുടെ കണ്ണിൽ പുകച്ചിൽ വരുന്നുണ്ട്, പിന്നെ നെയ്സൽ ഇറിറ്റേഷൻ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അല്ലെ. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് യൂഷ്വലി അവർ വർക്കിന് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ഈ സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അവർക്ക് വീക്കെൻഡ്സിലോ ഹോളിഡേയ്സിലോ, അതായത് അവർ ഓഫീസിലേക്കോ വരാത്ത ദിവസങ്ങളിലൊന്നും അവർക്ക് പ്രത്യേകിച്ച് യാതൊരു സിംറ്റംസും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ എന്ത് കണ്ടീഷനാണ് നേഴ്സ് സസ്പെക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഈസ് ലിജനസ് ഡിസീസ്, B is sick building syndrome, C is occupational asthma, option D is carbon monoxide poisoning.
എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമുക്ക് നോക്കാം. ലെജിയോണസ് ഡിസീസ് എന്താണ്? അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് അല്ലേ? ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെങ്കിൽ അവർ മേ ബി അവർ വീട്ടിലുള്ളപ്പോൾ തന്നെ അവർക്ക് ഈ ഒരു അസുഖവും അതിന്റെ സിംറ്റംസും ഒക്കെ ഉണ്ടാകണം. അല്ലാണ്ട് വർക്കിൽ വരുമ്പോൾ മാത്രമല്ല ഈ പറഞ്ഞ ലെജിയോണസ് ഡിസീസിന്റെ സിംറ്റംസ് ഉണ്ടാവുക അല്ലെ? അതേസമയം ഓപ്ഷൻ സി എന്താ? ഒക്കുപേഷണൽ ആസ്മ അല്ലെ? ഒക്കുപേഷണൽ ആസ്മ എന്ന് പറയുമ്പോഴത്തേക്കാണ് അവർക്ക് ബ്രെത്ത്ലെസ്നെസ് അല്ലെ, ഡിസ്നിയ റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകും അല്ലെ? പക്ഷെ ഇവിടെ അത് എന്താ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെയുള്ള സിംറ്റംസിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ഓപ്ഷൻ ഡി അല്ലെ? ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് ടോക്സിക് എക്സ്പോഷർ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പൊ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് ഗ്യാസുമായിട്ട് എക്സ്പോഷർ ഉണ്ടാകണം. പക്ഷെ അതും ഇവിടെ ഇല്ല അല്ലെ? സോ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എന്തായിരിക്കാം? യെസ്, ഓപ്ഷൻ ബി ആണല്ലോ. ഓപ്ഷൻ ബി എന്താണ്? സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം കേട്ടോ. ഓപ്ഷൻ ബി സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതെന്താ ഉണ്ടാക്കുക? വിച്ച് വിൽ കോസ് നോൺ സ്പെസിഫിക് സിംറ്റംസ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ടൈം സ്പെൻഡ് ഇൻ എ പെർട്ടിക്കുലർ ബിൽഡിംഗ് കേട്ടോ. ഒരു ബിൽഡിംഗിൽ നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് എന്താണ് അവർക്ക് ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാക്കാം. അതിനാണ് നമ്മൾ സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം എന്ന് പറയുക. ലെജിയോണസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് വരിക. ഇത് കാരണം ന്യൂമോണിയ, ഫീവർ പോലെയുള്ള മാനിഫെസ്റ്റേഷൻസ് പേഷ്യന്റ് ഉണ്ടാകാം. ആൻഡ് ഓപ്ഷൻ സി നമ്മൾ പറഞ്ഞു ഒക്കുപേഷണൽ ആസ്മ അല്ലെ? അവിടെ യൂഷ്വലി പേഷ്യന്റിന് റെസ്പിറേറ്ററി സിംറ്റംസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. പിന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറഞ്ഞാൽ അവിടെ ടോക്സിക് എക്സ്പോഷർ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ടോക്സിക് എക്സ്പോഷർ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഇൻകറക്റ്റ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മുടെ ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാമിന് ഈ പറഞ്ഞ റിസർച്ചിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീരീസിൽ ആ വീഡിയോയിലൊക്കെ നമ്മൾ റിസർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ EBP കേട്ടോ, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ കാണുന്ന പോലെ മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാമിന് ചോദിക്കാറുണ്ട്. നഴ്സ് മാനേജർ ബിലീവ്സ് ദാറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് are capable of self-direction, willingly accept responsibility and can contribute creative ideas to improve the patient care. The manager regularly involves nurses in unit decision making. Which management theory is the nurse manager applying? അല്ലെ? ഇവിടെ എന്താ പറയുന്നത്? നഴ്സ് മാനേജർ ബിലീവ് ചെയ്യാണ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ വളരെ അടിപൊളിയാണ് അല്ലെ? അവര് സെൽഫ് ഡയറക്ഷൻ അല്ലെ കേപ്പബിൾ ആണ്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, തീരുമാനം എടുക്കാനും ഒക്കെ കേപ്പബിൾ ആണ്. അവരുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ അവർ വില്ലിംഗ്ലി അക്സെപ്റ്റ് ചെയ്യും. അതുകൂടാതെ ക്രിയേറ്റീവ് ഐഡിയാസിലൊക്കെ അവർ കൃത്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലേ? അപ്പൊ ഇത് ഏത് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ? ഏതാണ്? യെസ്, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഇസ് തിയറി എക്സ്, ഓപ്ഷൻ ബി ഇസ് തിയറി വൈ, ഓപ്ഷൻ സി ഇസ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ഓപ്ഷൻ ഡി ഇസ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് തിയറി. ഇതായിരിക്കാം. അതായത് എല്ലാവരും സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് അവരുടെ ജോലികളൊക്കെ ചെയ്തുകൊള്ളുമെങ്കിൽ അതെന്താണ്? ഓപ്ഷൻ ബി തിയറി വൈ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. തിയറി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിയറി എക്സ് ബേസിക്കലി പറയുന്നത് നമ്മുടെ വർക്കേഴ്സ് എല്ലാം വളരെ അവരൊക്കെ ഐഡിലാണ്, അവർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്, റെസ്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവരാണ് അല്ലെ? അങ്ങനെയുള്ളതാണ് തിയറി എക്സ് പറയുക അല്ലെ? അപ്പൊ നമുക്ക് തിയറി എക്സ് എന്താ ചെയ്യുക? അസ്യൂംസ് ദാറ്റ് എംപ്ലോയീസ് ഡിസ്ലൈക്ക് വർക്ക് അല്ലെ? അവർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല. അവോയ്ഡ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വങ്ങളൊക്കെ അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ റിക്വയർ ക്ലോസ് സൂപ്പർവിഷൻ എന്നാണ് തിയറി എക്സ് പറയുക. വേറെ തിയറി വൈ എന്താ പറയുക? അസ്യൂംസ് ദാറ്റ് എംപ്ലോയീസ് ക്യാൻ സെൽഫ് മോട്ടിവേറ്റഡ്, അവർക്ക് സ്വന്തമായിട്ട് ലൈക്ക് മോട്ടിവേഷൻ ഇൻട്രൻസിക് ആയിട്ട് അല്ലെ സ്വന്തമായിട്ട് തന്നെ മോട്ടിവേറ്റ് ആയിരിക്കാം. പിന്നെ റെസ്പോൺസിബിൾ ആണ്, അവർ ക്രിയേറ്റീവ് ആണ്, പിന്നെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെൽഫ് ഡയറക്ഷൻ ഒക്കെ കേപ്പബിൾ ആണ്. ആൻഡ് മാനേജർ ഹു എൻകറേജസ് സ്റ്റാഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് ഡെമോൺസ്ട്രേറ്റ് തിയറി വൈ അല്ലെ? പിന്നെ നോക്കിയേ, സയന്റിഫിക് മാനേജ്മെന്റ് എന്താണ് ബേസിക്കലി എംഫസൈസ് ചെയ്യുക? എഫിഷ്യൻസി ഓഫ് ദ വർക്ക്, പിന്നെ അതുകൂടാതെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഐഡന്റിഫൈങ് ദ മോസ്റ്റ് എഫിഷ്യന്റ് വർക്ക് ഓഫ് പെർഫോമിംഗ് വർക്ക്, അതായത് മെത്തേഡ് ഓഫ് പെർഫോമിംഗ് വർക്ക്, അതായത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ജോലി ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി സയന്റിഫിക് മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണെങ്കിൽ എന്താ എംഫസൈസ് ചെയ്യുക? ഹൈറാർക്കി, പിന്നെ അതുപോലെ തന്നെ ഫോർമൽ റൂൾസ്, അതോറിറ്റി ആൻഡ് ഓൾസോ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്ന റോൾസ്, ഇതൊക്കെയാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എംഫസൈസ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കെമിക്കൽ ഫാക്ടറി എക്സ്പ്ലോഷൻ കോസസ് എ ടോക്സിക് ഗ്യാസ് ലീക്ക്. Several workers arrive at the emergency department with contaminated clothing,
ബ്രീതിങ് ഡിഫിക്കൽട്ടി ആൻഡ് ഐ ഇറിറ്റേഷൻ, വാട്ട്സ് നഴ്സസ് പ്രയോറിറ്റി ആക്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ ഫാക്ടറി എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ട്, അത് കാരണം ഒരു ടോക്സിക് ഗ്യാസിന്റെ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ വർക്കേഴ്സ് ഒക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരികയാണ് അല്ലേ? അവർക്ക് കണ്ടാമിനേറ്റഡ് ക്ലോതിങ് ആണ്, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, ഐ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നഴ്സിന്റെ പ്രയോറിറ്റി ആക്ഷൻ അല്ലേ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രയോറിറ്റി വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നോക്കി ഇവിടെ ഓപ്ഷൻ ബ്രിങ് ഓൾ പേഷ്യൻസ് directly to the emergency department, B, remove the contaminated clothing and begin appropriate decontamination, C, obtain a complete health history from each patient, option D, allow family members to remain with the patient. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? പ്രയോറിറ്റി ആക്ഷൻ എന്താണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു ടോക്സിക് ഗ്യാസിന്റെ ലീക്കേജ് ആണ്, കണ്ടാമിനേറ്റഡ് ക്ലോതിങ്ങുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ കണ്ടാമിനേറ്റഡ് ക്ലോതിങ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാസിന്റെ എക്സ്പോഷർ ക്ലോതിങ്ങിൽ ഉണ്ടാകും. അത് കാരണം എന്താണ് ഇവർക്ക് ബാക്കിയുള്ളവരിലേക്കും ഒക്കെ ഈ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പം എമർജൻസി ആയിട്ട് പ്രയോറിറ്റി ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ദേ ഹാവ് ടു റിമൂവ് ദ കണ്ടാമിനേറ്റഡ് ക്ലോതിങ് അല്ലേ? കണ്ടാമിനേറ്റഡ് ക്ലോതിങ് റിമൂവ് ചെയ്യുക, അതുകൂടാതെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡീകണ്ടാമിനേഷൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എന്താണ് ഇതൊരു ഹസ്മാറ്റ് ഇൻസിഡന്റ് ആണ്, വെച്ചാൽ ഹസാഡസ് മെറ്റീരിയൽസ് ഇൻസിഡന്റ് ആണ് ഇൻവോൾവിങ് ഒരു ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് എക്സ്പോഷറിലേക്ക് അല്ലെങ്കിൽ കെമിക്കൽ എക്സ്പോഷർ കാരണം ഉണ്ടാകുന്ന ഇൻസിഡന്റിനാണ് നമ്മൾ ഹസാഡസ് മെറ്റീരിയൽ ഇൻസിഡന്റ് അല്ലെ, ഹസ്മാറ്റ് അല്ലെങ്കിൽ ഹസാഡസ് മെറ്റീരിയൽ ഇൻസിഡന്റ് എന്ന് നമ്മൾ പറയുക. അപ്പൊ നോക്കിയാൽ ഇവിടുത്തെ പ്രയോറിറ്റി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, ദ സ്റ്റാഫ് ഹു ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻറ്റ് ഷുഡ് വെയർ അപ്രോപ്രിയേറ്റ് PPE അല്ലെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യുന്നു. ദേ ഹാവ് ടു റിമൂവ് കണ്ടാമിനേറ്റഡ് ക്ലോതിങ് അല്ലെ, അതായത് ഇപ്പം ക്ലോതിങ് കണ്ടാമിനേറ്റ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യുക. സോ ദാറ്റ് അവിടെ ഒരു 80 to 90% ഓഫ് കണ്ടാമിനേഷൻ ഉള്ള പോസിബിലിറ്റി നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. പെർഫോം ഡീകണ്ടാമിനേഷൻ വിത്ത് കോപ്പിയസ് വാട്ടർ. പിന്നെ അത് കൂടാതെ തന്നെ ആഫ്റ്റർ ഡീകണ്ടാമിനേഷൻ യു ഹാവ് ടു ബിഗിൻ ABC അസസ്മെന്റ് ആൻഡ് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് അല്ലെ, കൃത്യമായിട്ട് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള അസസ്മെന്റും പിന്നെ ഡെഫിനിറ്റീവ് അല്ല ട്രീറ്റ്മെന്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആദ്യം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ഡീകണ്ടാമിനേഷൻ ഉള്ള മെഷേഴ്സ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 32-year-old patient with T4 spinal cord injury suddenly reports a severe pounding headache. The nurse notes a BP of 210-110 millimeters of mercury, heart rate of 52 beats per minute, facial flushing and profuse sweating. Urinary catheter tubing is kinked. What's the nurse's first action? Nurse in the first action എന്താണ്? Option A, place the patient in supine position. B, administer a prescribed analgesic. C, sit the patient upright. Option D, encourage oral fluids. എന്തായിരിക്കാം കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എനിക്ക് T4 സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്ന പേഷ്യൻ്റ് ആണ്. പേഷ്യന്റ് പൗണ്ടിങ് ഹെഡേക്കും പിന്നെ BP 210/110, ഹാർട്ട് റേറ്റ് 52 ബീറ്റ്സ് പെർ മിനിറ്റ്, ഫേഷ്യൽ ഫ്ലഷിങ്, പ്രൊഫ്യൂസ് സെറ്റിംഗ് ഉണ്ട് അല്ലേ? എന്താണിത്? ഇത് നമ്മൾ യൂഷ്വലി എന്താണ് ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ എന്ന് പറയും അല്ലെ, ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ ആണ്. ആൻഡ് അപ്പോൾ നോക്കിയാൽ ഇവിടെ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? പേഷ്യന്റ് യൂറിനറി കത്തീറ്റർ ട്യൂബിംഗ് ഉണ്ട്, അത് കിങ്ക് ആയിപ്പോയി അല്ലേ? സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നഴ്സിന്റെ ഫസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ പ്രയോറിറ്റി ആക്ഷൻ എന്താണ്? എന്താണ്? യെസ്, നമുക്ക് വി ഹാവ് ടു മേക്ക് ദ പേഷ്യന്റ് സിറ്റ് അപ്രൈറ്റ് അല്ലേ? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ ദാറ്റ് ഈ പറയുന്ന ട്യൂബിന്റെ കിങ്കിങ് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയയുടെ സിംറ്റംസ് സബ്സൈഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ നോക്കിയാൽ പേഷ്യന്റിന് ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സിവിയർ ഹൈപ്പർ ടെൻഷൻ, പൗണ്ടിങ് ഹെഡേക്ക്, ബ്രേഡികാർഡിയ, ഫ്ലഷിംഗ്, അതുകൂടാതെ സ്വെറ്റിംഗ് അബൌവ് ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി ആണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ BP റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റ് ഒന്ന് അപ്രൈറ്റ് ആയിട്ട് ഒന്ന് ഇരുത്താം അല്ലെ? സോ ദാറ്റ് ദ നഴ്സ് ഷുഡ് ലൂസൻ ദ റെസ്ട്രിക്റ്റീവ് ക്ലോതിങ് ആൻഡ് റാപ്പിഡ്ലി ഐഡന്റിഫൈ ദ കോസ്. മോസ്റ്റ്ലി ഈ പറഞ്ഞ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സി ഉണ്ടാകുന്നത് ബ്ലാഡർ ഡിസ്റ്റൻഷനോ അല്ലെങ്കിൽ കത്തീറ്റർ ഒബ്സ്ട്രക്ഷനോ ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മുടെ ഒമാൻ പിയേഴ്സൺ വീണ്ട റെഗുലർ കോഴ്സ് അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ ഒമാൻ പിയേഴ്സൺ വീണ്ട മാത്രമല്ല, പിയേഴ്സൺ വ്യൂ ഹാദ് അല്ലെ DOH എക്സാം, അതുപോലെ തന്നെ പ്രൊമട്രിക് എക്സാംസ് ലൈക്ക് സൗദി, ഖത്തർ, കുവൈറ്റ് പോലുള്ള എല്ലാ പ്രൊമട്രിക് എക്സാംസിന്റെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നമ്മളായിട്ട് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.